ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കാരമൽ എഗ്ഗ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു നല്ല സൂപ്പറായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു അര കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാരമൽ ചെയ്തിട്ട് എടുക്കണം. ആദ്യം തന്നെ ഒരു കാരമൽ സിറപ്പ് റെഡിയാക്കണം. അതിനാണ് ഞാനിപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കാരമൽ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഓവറായിട്ട് അങ്ങനെ കരിയാൻ പാടില്ല, അപ്പോൾ ഒരു കയ്പടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കാരമൽ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് റെഡിയാക്കുന്നത് അത് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെക്കണം. എന്നിട്ട് അതിലേക്ക് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുഡിങ് റെഡിയാക്കുന്ന ട്രേ ഒക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. നമ്മൾ കാരമൽ പുഡിങ് റെഡിയാക്കുന്നെങ്കിൽ ആദ്യം തന്നെ ഇത് റെഡിയാക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അതുകൊണ്ട് വേഗം തന്നെ നമ്മൾ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചുറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പനേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള എഗ്ഗിൻ്റെ ഒരു മിക്സാണ് റെഡിയാക്കേണ്ടത്. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 5 മുട്ടയാണ് എടുത്തത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 5 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി അല്പം വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു 4 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂണ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ കാരമലൊക്കെ ചെയ്തതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് 4 ടീസ്പൂണ് ഇട്ടാൽ മതി. 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് വിസ്കി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ മിക്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അല്പം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ 500 ഗ്രാം ഒരു പാക്ക് പാലാണ് എടുത്തത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. തിളപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ മുട്ടയുടെ മിക്സിയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതാ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മുട്ടയുടെ മിക്സിയിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കിയ ആ മുട്ടയുടെ മിക്സിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറേശ്ശെയായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കാരമലിൻ്റെ ബൗളിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാരമലിൻ്റെ ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബോയിൽ ചെയ്തിട്ട് എടുക്കണം. അതിനായി ഞാനിവിടെ ഇതാ കാരമലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇനി ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു സിൽവർ ഫോയിൽ വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഫോയിൽ ഇല്ല എങ്കിൽ എന്തെങ്കിലും മടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി കൊടുത്താലും മതി. എന്നിട്ട് ഇത് അപ്പച്ചമ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം തന്നെ ഇത് നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടും. അതിനായി ഇപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതൊരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഒരു കത്തി വെച്ചിട്ട് ഞാൻ നോക്കുകയാണ്. നല്ല പെർഫെക്റ്റായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അല്പനേരം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതുപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം.
ഇതാ കണ്ടോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കാരമൽ എഗ്ഗ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട്, നല്ല വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും അത്രക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമാകും. ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്നതും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഇനിയും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.